പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ മള്ളിയൂരാണ്. മള്ളിയൂരിലെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കുറുപ്പന്തറ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് ഭാഗവതഹംസം മള്ളിയൂർ വലംപിരിയിലുള്ള പ്രതിഷ്ഠയാണ് മള്ളിയൂരിലുള്ളത്. അത്യപൂർവമായ വൈഷ്ണവ ഗണപതി സങ്കല്പം. ഗണപതിയുടെ മടിയിൽ കഥ കേട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ. അങ്ങനെ നമ്മൾ മള്ളിയൂർ ദർശനമൊക്കെ കഴിഞ്ഞ് അപ്പം മേടിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അപ്പം. അപ്പം വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ മള്ളിയൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി. അപ്പോൾ പാർവതി ഒരു മുക്കുറ്റി പുഷ്പാഞ്ജലി അഡ്രസ്സ് പാർവതി കൈമൾ, പ്രസന്നം, പുത്തമ്പുരയ്ക്കൽ ഹൗസ്, കരുവാറ്റ, ആലപ്പുഴ ജില്ല. അങ്ങനെ പാർവതി മുക്കുറ്റി പുഷ്പാഞ്ജലിക്ക് കൊടുത്തു. ഇത് നമുക്ക് കിട്ടുന്നത് 2035 ഡിസംബർ 20 അല്ലേ. അപ്പോൾ നമ്മൾ മള്ളിയൂർ ദർശനമൊക്കെ കഴിഞ്ഞു. മള്ളിയൂര് വിഘ്നേശ്വര ക്ഷേത്രത്തിൽ നമ്മളെത്തി. അവിടെ ഗണപതിയെയൊക്കെ കണ്ടു, വണങ്ങി, തേങ്ങയൊക്കെ അഴിച്ചു, പിന്നെ അപ്പമൊക്കെ വാങ്ങി. പിന്നെ പാർവതി ഒരു എന്താണ് ആ പുഷ്പാഞ്ജലിയുടെ പേര്? ശരി, മുക്കുറ്റി പുഷ്പാഞ്ജലി. അതൊക്കെ നടത്തി. നേരത്തെ ഞാനൊന്നും അങ്ങനെ ചെയ്തതാണ് ഒരു വർഷം പണ്ട് 2011. അത് ഈ 2023 ഒക്ടോബറിലാണ് അതിൻ്റെ ഡേറ്റ്. അത് ഏകദേശം 10-12 വർഷം കഴിഞ്ഞാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പാർവതി കിട്ടി 2035 കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു സൂര്യൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജയനാണ് പറഞ്ഞത് സൂര്യക്ഷേത്രം ഉണ്ട്, നല്ല കാണാനൊക്കെ നല്ല ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് പോയി കാണാം അല്ലേ, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടേക്കാണ് നമുക്ക് പോകുന്നത്, സൂര്യക്ഷേത്രം. സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ഇതുവരെ നമ്മൾ പോയിട്ടില്ല അല്ലേ. സൂര്യൻ്റെ ക്ഷേത്രം, സൂര്യനൊരു ക്ഷേത്രം എന്ന് പറയുന്നത് സൂര്യൻ ഇങ്ങനെ എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം എന്നാണ് ഇവിടെ ബോർഡ് കണ്ടു. സൂര്യദേവ ക്ഷേത്രം എന്നാണ് കണ്ടില്ലേ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ക്യാമറ തിരിച്ചാൽ നമുക്ക് എടുക്കാം കറക്റ്റായിട്ട്. ക്യാമറ ഓപ്പോസിറ്റ് ആയിരിക്കും. ചെറിയൊരു ക്ഷേത്രമാണ് അല്ലേ, ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. അങ്ങനെ നമ്മൾ സൂര്യക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രമാണ്. സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ദർശനം നടത്താൻ പോകുന്നത്. നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാൻ പറ്റുന്ന അത്രയും പകർത്താം. അങ്ങനെ നമ്മൾ സൂര്യക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ സൂര്യൻ നേരെ പടിഞ്ഞാറ് ദർശനം ചെയ്താണ് ഇരിക്കുന്നത്. കിഴക്കോട്ട് ദുർഗാദേവിയാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ സ്ഥാനം. പടിഞ്ഞാട്ടാണ് ദർശനം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് പുള്ളി പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഒരു നാടൻ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പടി ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു കുളം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പച്ചക്കറി കൃഷികൾ അതെല്ലാം ഉണ്ട്. അതായത് പടിഞ്ഞാട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. നമ്മൾ കിഴക്കൂടാണ് കയറി വന്നത്. അമ്പലത്തിന് നേരെ പടിഞ്ഞാറ് വശത്ത് നല്ല പച്ചക്കറിത്തോട്ടമാണ്. ഇവിടെ പാവൽ കൃഷിയാണ് കേട്ടോ. പാവൽ കൃഷിയാണ്. ഇവിടത്തേക്ക് വെള്ളം എത്തിക്കാനായിട്ടൊരു കുളം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ട്. തത്തകൾ ഇതിലുണ്ട്. തത്തകൾ നമുക്ക് ദൂരെ ഒരു തത്തയെ കാണാം. ഇതാ ഒരു തത്ത ഇരിക്കുന്നു. അപ്പോൾ ഇത് പയറൊക്കെ കഴിക്കാൻ വന്നതായിരിക്കാം. ഉണ്ടല്ലേ? ഇത് ഈ പയർ കഴിക്കാൻ വരുന്നതാണോ? അപ്പോൾ പയർ കഴിക്കാൻ വരുന്ന തത്തകളാണ് കേട്ടോ കൂടുതലും. അപ്പോൾ പയറിൻ്റെ വിളവെടുപ്പ് ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇവിടത്തേക്ക് വെള്ളം കൊടുക്കുന്നതിനായിട്ട് ഇതാ ഒരു ചെറിയൊരു കുളവും നമുക്കിവിടെ കാണാം. പാവയ്ക്കാണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇത് പാവലാണ് കേട്ടോ. ഇവിടെ പാവൽ കൃഷിയാണ് കേട്ടോ. ഈ ഒരു ഏരിയ പാവൽ കൃഷിയാണ്. പാവലൊക്കെ ഇങ്ങനെ പൂത്ത് പന്തലിച്ച് നിൽക്കുകയാണ്. നല്ല പന്തലൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. ചെറിയൊരു കൽപ്പടമൊക്കെ ഉണ്ട്. മഴയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് വെള്ളമാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കധികം തത്തയെ കാണാൻ പറ്റിയില്ല. ഒരു തത്തയെ കണ്ടുള്ളൂ. കുറേ തത്തകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായാലും ഒരെണ്ണത്തിനെ കണ്ടല്ലോ.
അങ്ങനെ നമുക്ക് വീണ്ടും സൂര്യക്ഷേത്രത്തിനുള്ളിലൂടെ കയറി കിഴക്ക് വശത്തോട്ട് ഇറങ്ങാം. മന്ദാരമാണ് കേട്ടോ, മന്ദാരം. ഒരു പാട്ടൊക്കെ ഇല്ലേ മന്ദാരത്തിൻ്റെ, മന്ദാര ചെപ്പുണ്ടേന്നല്ലേ. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്. അത് നമുക്ക് സൂര്യക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ദർശനം ചെയ്യാൻ പറ്റും. സൂര്യനെയും സൂര്യക്ഷേത്രവും എല്ലാം ഒന്നിച്ചുള്ള ഒരു അനുഭൂതി. അങ്ങനെ നമ്മൾ മള്ളിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ ചേർത്തലയിലേക്ക് പോകണം. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അത് ചെറിയ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇത്തിരി പ്രോബ്ലം ഉള്ളത്. ബാക്കിയുള്ള എല്ലാം നല്ല അടിപൊളി റോഡാണ്. കൂടുതലും വളവുകളുണ്ട്. ഈ റോഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ലോറികൾ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. പക്ഷേ സ്ഥിരമായിട്ട് ഈ ഗ്രാവൽ കൊണ്ട്, അതായത് അവിടുന്ന് ചെങ്കല്ല് കൊണ്ടുള്ള വണ്ടികൾ പോകുന്നത് ഈ റൂട്ടിലാണ്. നമ്മൾ കുറേ എണ്ണം പാസ് ചെയ്തായിരുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ നല്ലതുപോലെ വണ്ടികൾ വരുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് പോകാൻ. ഭയങ്കര വളവുകൾ, കൊടും വളവുകളാണ് എല്ലായിടത്തും. പക്ഷെ റോഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഇനി നമ്മൾ നേരെ ചേർത്തലയിലേക്കാണ് പോണത്. ചേർത്തലയിൽ പോയിട്ട് നമുക്ക് രാവിലത്തെ ഒരു വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ടിപ്പറുകൾ വീണ്ടും കൂടിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ 3-4 ടിപ്പറുണ്ട്. ഇനി അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകണം. അതാണിപ്പോൾ ഒരു പ്രശ്നം. കാര്യം ഒരു 2 വണ്ടി കഷ്ടിച്ച് ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് കുറച്ചും കൂടെ, അതായത് ഒരു സ്കൂൾ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ പോവുകയാണെങ്കിൽ അത് നേരത്തെ രാവിലെ ഇറങ്ങാം. അത് രാവിലെ ഇറങ്ങിയാൽ കറക്റ്റ് ആയിരിക്കും. കാര്യങ്ങാട്ടില്ല, ടിപ്പറുകൾ രാവിലെ ഇത് തലേന്നേ പോയിട്ട് ലോഡ് എടുത്തിട്ട് പോണ വണ്ടികളാണ്. ഫ്രണ്ടിൽ പോകണ വേണ്ട, 2-3 അടുപ്പിച്ച് പോകുന്നുണ്ട് കേട്ടോ. 3 അടുപ്പിച്ച് പോകാണ്. ഫ്രണ്ടിലേ പോകുന്നുണ്ട് വണ്ടികൾ. അങ്ങനെ ഇതാ ഒരു എന്താ സുനിച്ചേട്ടൻ്റെ പേര്? ബോട്ടിൽ ബ്രഷ്. ഇംഗ്ലീഷുകാരുടെ വീടുകളിലെ പുറകിൽ കാണുന്നത് നല്ല സ്മെല്ലാണ്. ബോട്ടിൽ ബ്രഷ് പോലെ ഇരിക്കുന്നുണ്ട് പൂ. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇത് നമ്മുടെ മസ്കിൽ മദീനയുടെ ഒരു സ്മെല്ലുണ്ട്. മസ്കിൽ മദീന, നമ്മൾ സൗദിയിലെ കാണുന്ന മസ്കിൽ മദീനയുടെ ഒരു സ്മെല്ലുള്ള ബോട്ടിൽ ബ്രഷ് അല്ലേ. നല്ല സ്മെല്ലുള്ള ഒരു പൂവാണ്. ഇലയാണ്, പൂവുണ്ട്. പൂ ഒരു റെഡ് കളർ പൂവാണ്. ഓൾ സ്പൈസസ്, സർവ്വസുഗന്ധി എന്ന് മലയാളത്തിൽ പറയും. സർവ്വസുഗന്ധി. എല്ലാ മസാലയൊന്നും വേണ്ട, ഇതിൻ്റെ ഒരേ ഇട്ടാൽ എല്ലാ മസാലയുടെ മണം. സർവ്വസുഗന്ധി. ചെറിയൊരു കായുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗാർഡനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് KTDC റെസ്റ്റോറൻറ്റിൽ. പിന്നെ ഇതാ പാം ട്രീ. അടയ്ക്കയാണല്ലേ? അടയ്ക്ക തന്നെ എനിക്ക് തോന്നുന്നു പൂത്ത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് പൂത്ത് കാണുന്നത്. നല്ല റെഡിഷ് കളറിലാണ് എത്തിയേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ KTDC. അങ്ങനെ നമുക്ക് ഇവിടുത്തെ കായൽ കാഴ്ചയിലേക്ക് കിടക്കാം. തൊട്ടുപുറയിലെ കായലാണ്. ഇവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിവിടെ ഇന്ന് ആ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. കായലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് വരാം. എന്തായാലും നമുക്ക് അടിപൊളി ഒരു വ്യൂ ആണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് കായലിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം. KTDC വന്ന് രാവിലത്തെ പൂരിക്കൊക്കെ ഓർഡർ ചെയ്തു. പൂരിയും കാപ്പിയും നമ്മൾ ഓർഡർ ചെയ്തു. കോഫി കുടിക്കാം, പൂരി കഴിക്കാം. അതിനുശേഷം നമുക്ക് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. എന്താ തൊട്ടുപുറകെ നല്ല വിശാലമായ കായലാണ്. നമുക്ക് ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാം. അങ്ങനെ കായലിന് മുഖമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പുറവശത്ത് തൊട്ട് ക്യാമറയുടെ പുറകിൽ കായലാണ്. ഈ കാണുന്ന KTDCയുടെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ കായലിൻ്റെ വ്യൂ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ സമയം ഏകദേശം 8:10. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. എങ്ങനെയുണ്ട് അശ്വതി? പാർവതി, വ്യൂ ഇഷ്ടപ്പെട്ടോ? ഹലോ, നല്ല കായലിൻ്റെ വ്യൂ ഉണ്ടല്ലേ. തൊട്ടടുത്ത് കണ്ട് ചീനവലയൊക്കെ ഉണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകളും ഇതാ ചീനവല കണ്ട. എനിക്കത് ഇത് പ്രവർത്തനമൊക്കെ നിലച്ചിരിക്കുന്ന സാധനമാണ് തോന്നുന്നു കേട്ടോ. എല്ലാം അതെ, അതുകൊണ്ട് അങ്ങ് കാണുന്നു. പക്ഷേ അത് പ്രവർത്തിപ്പിക്കുന്നതാണ് തോന്നുന്നു. അങ്ങ് ദൂരെ കാണുന്നത് കേട്ടോ. ദൂരെ കാണാം. ഇത് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ
ഇത് രാവിലെ കക്കാവാരാൻ പോണവർ കേട്ടോ, കക്കാവാരാൻ പോണവരുടെ ഒരു യാത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്ന കായലിലൂടെ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. സുനിച്ചേട്ടാ ഓർഡർ ചെയ്തേക്കുന്ന ഇതാണ് കേട്ടോ, പൂരിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ പൂരി ഓർഡർ ചെയ്തപ്പോൾ എല്ലാവർക്കും പൂരി മതി എന്ന് പറയും. അല്ലെങ്കിൽ നെയ്റോസ്റ്റ് കഴിക്കുന്ന ടീമാണ്, അതുകൊണ്ട് എല്ലാവർക്കും പൂരി, പിന്നെ ചായ കുടിക്കുന്ന ടീമാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ നമ്മുടെ കോഫിയാണ് പറഞ്ഞത്, എല്ലാവർക്കും കോഫി. അപ്പോൾ പൂരിയും കോഫി KTDCയിലെ അതുകൊള്ളാമല്ലോ. അപ്പോൾ നമ്മൾ കായൽ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. പൂരിയെല്ലാം സെറ്റ് ചെയ്തു. നല്ല ചൂട് പൂരിയും മസാലക്കറിയുമാണ്. മസാലക്കറി ആവശ്യത്തിന് ബൗളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂരിയും ചൂടോടെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നമുക്കിനി കഴിച്ചിട്ടാകാം ബാക്കിയുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കോഫി എത്തിയിരിക്കുകയാണ് കേട്ടോ, അങ്ങനെ പൂരിയും കോഫിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി കാഴ്ചകളായിരുന്നു അല്ല KTDCയിൽ. അതാ നല്ല അടിപൊളി ഫോട്ടോയ്ക്കൊക്കെ ഫേസ് ചെയ്യാൻ പറ്റിയ നല്ല കായൽ തീരത്തിരുന്നുള്ള അടിപൊളി ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ ആഘോഷിച്ചു.